CPI ഉയർത്തിയ പ്രതിഷേധത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ധാരണാപത്രം അവലോകനം ചെയ്യുന്നതിനായി 7-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് കേന്ദ്ര സർക്കാരിനെ കത്തിലൂടെ അറിയിക്കാനും തീരുമാനമായി. മുന്നണിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരെ CPI ഉയർത്തിയ ശക്തമായ എതിർപ്പാണ് സർക്കാരിനെയും CPIഎമ്മിനെയും മുട്ടുകുത്തിച്ചത്. പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാനും അതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കാനും തീരുമാനിച്ച സർക്കാർ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങുകയായിരുന്നു. ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പദ്ധതി പുനഃപരിശോധിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയിൽ CPIഎമ്മിനും CPIക്കും 2 വീതം പ്രതിനിധികളുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നത് സർക്കാരിന്റെ നയമാണെന്ന് കൂടി പ്രഖ്യാപിച്ചതോടെ വിവാദത്തിന് തിരശ്ശീലയിടാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ഇതെന്ത് സർക്കാരാണെന്ന് ചോദിച്ച ബിനോയ് വിശ്വത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചു. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉപസമിതി നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.